നമസ്കാരം. അവനവൻ്റെ സുഖമാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അവനവൻ്റെ സുഖം എല്ലാവർക്കും വേണ്ടത് സുഖമാണ് അല്ലേ? ആ സുഖം എവിടെയാണുള്ളത്? ആ സുഖം എവിടെയാണുള്ളത്? അതാണ് നമ്മൾ അറിയേണ്ടത്. ഇപ്പൊ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ഇഷ്ടപ്പെടുന്നത് അവനവന് സുഖം കിട്ടുന്നത് കൊണ്ടാണ് അല്ലേ? അച്ഛൻ മകനെ ഇഷ്ടപ്പെടുന്നതോ അച്ഛന് വേണ്ടിയാണ്. അതേപോലെ ഒരാൾ മറ്റൊരാളെ ഇഷ്ടപ്പെടുന്നത് അത് അവനവന്റെ സുഖത്തിന് വേണ്ടിയാണ്. അപ്പൊ യാജ്ഞവൽക്യ മഹർഷി ബൃഹദാരണ്യക ഉപനിഷത്തിൽ 2-ാം അധ്യായം 4-ാം ബ്രാഹ്മണം 5-ാം മന്ത്രത്തിൽ പറയണു, നവാ അരേ പത്യുഹു കാമായ പതിഹി പ്രിയോ ഭവതി, ആത്മനസ്തു കാമായ പതിഹി പ്രിയോ ഭവതി. നവാ അരേ ജായായൈ കാമായ ജായാ പ്രിയാ ഭവതി. നവാ അരേ പുത്രാണാം കാമായ പുത്രാ പ്രിയാ ഭവതി. നവാ അരേ വിത്തസ്യ കാമായ വിത്തം പ്രിയം ഭവതി. ആത്മനസ്തു കാമായ വിത്തം പ്രിയം ഭവതി. അപ്പൊ ഭാര്യയ്ക്ക് ഭർത്താവ് പ്രിയനാകുന്നത് ഭർത്താവിൻ്റെ പ്രയോജനത്തിനല്ല. ശ്രദ്ധിക്കണം, ഭാര്യയ്ക്ക് ഭർത്താവ് പ്രിയനാകുന്നത് ഭർത്താവിൻ്റെ പ്രയോജനത്തിനല്ല, ഭാര്യയുടെ പ്രയോജനത്തിന് വേണ്ടിയാണ് അല്ലെ? ഒരു സ്ത്രീയുടെ പ്രയോജനത്തിന് സ്ത്രീ പ്രിയമാകുന്നില്ല അല്ലെ? അപ്പൊ അവനവന്റെ പ്രയോജനം ഉദ്ദേശിച്ചാണ് ഒരാൾക്ക് സ്ത്രീയെ പ്രിയപ്പെട്ടവളാകുന്നത്. ഒരാൾക്ക് സ്ത്രീ പ്രിയപ്പെട്ടവളാകുന്നത് അവനവന്റെ പ്രയോജനത്തെ ഉദ്ദേശിച്ചാണ്. അതേപോലെ ഈ പുത്രന്മാരുടെ പ്രയോജനത്തിന് വേണ്ടി അല്ല പുത്രന്മാരെ ഇഷ്ടപ്പെടുന്നത്. സ്വന്തം പ്രയോജനത്തെ ഉദ്ദേശിച്ചാണ് നമ്മുടെ പുത്രന്മാർ പ്രിയരായി തീരുന്നത്. ധനത്തിന്റെ പ്രയോജനത്തിന് വേണ്ടിയല്ല ധനം ഇഷ്ടപ്പെടുന്നത്. സ്വന്തം പ്രയോജനത്തിന് വേണ്ടിയാണ് ധനം ഇഷ്ടപ്പെടുന്നത്. എല്ലാം അവനവന് വേണ്ടിയിട്ടാണ്. ഇനി ഇഷ്ടാനിഷ്ടങ്ങൾ, ഇഷ്ടം അനിഷ്ടം അങ്ങനെയുണ്ടല്ലോ, ഇഷ്ടാനിഷ്ടങ്ങൾ ഉള്ളിടത്തോളം കാലം ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളും പരിഹാരങ്ങളും എല്ലാം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഈ മനസ്സിൽ നിന്ന് ഇങ്ങനെ വിക്ഷേപങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് കൊണ്ട്, ഈ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് കൊണ്ട്, അതാണ് വിക്ഷേപങ്ങൾ. ആത്മാവിൻ്റെ നമ്മുടെ കൂടെയുള്ള നമ്മുടെ സ്വരൂപമായ ആത്മാവിൻ്റെ സ്വതവേയുള്ള ആനന്ദത്തെ നമ്മളിങ്ങനെ മറച്ചു വെച്ചിരിക്കുന്നു. നമ്മൾ തന്നെയാണ് ഇങ്ങനെ മറയ്ക്കുന്നത്. മറച്ചു വെച്ചിരിക്കണം.
അപ്പം ഈ വിവരമില്ലായ്മ കൊണ്ടാണ്. വിവരമില്ലായ്മ കാരണം വിഷയങ്ങളിലും അതേപോലെ വസ്തുക്കളിലും അവിടെയാണ് സുഖം എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്. നമുക്ക് വിവരമില്ലാത്തത് കൊണ്ട് സുഖം അവിടെയാണ്, വസ്തുവിലാണ്, അല്ലേ? ഇപ്പോൾ ഒരാൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്, ഒരാൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്, മറ്റൊരാൾക്കോ സ്വീറ്റ് ഇഷ്ടമാണ്, വേറൊരാൾക്ക് ഡ്രസ്സ് ഇഷ്ടമാണ്. അപ്പം ഇഷ്ടമുള്ള വസ്തു ലഭിച്ചു കഴിഞ്ഞാലോ സുഖം കിട്ടണം. ഇഷ്ടമുള്ള വസ്തു ലഭിച്ചു കഴിഞ്ഞാൽ സുഖം കിട്ടണം. അപ്പൊ വസ്തുവിലാണ് സുഖം ഉള്ളതെങ്കിൽ, ശ്രദ്ധിക്കണം, വസ്തുവിലാണ് സുഖം ഉള്ളതെങ്കിൽ വസ്തു ലഭിച്ച ലോകത്തിലെ എല്ലാവർക്കും ഒരേപോലെ സുഖം ഉണ്ടാവണമായിരുന്നു. വസ്തുവിലാണ് സുഖം ഉള്ളതെങ്കിൽ, അല്ലേ? പക്ഷേ അങ്ങനെ എല്ലാവർക്കും ആ സുഖം ഉണ്ടാവുന്നതായിട്ട് കാണുന്നില്ല. വസ്തുവിലാണ് സുഖമെങ്കിൽ എല്ലാവർക്കും ഒരേമാതിരി സുഖം കിട്ടണമല്ലോ, അത് കാണുന്നില്ല. അപ്പൊ സുഖം തരുന്ന ആ വസ്തു തന്നെയാണ് നമുക്ക് ദുഃഖവും തരുന്നത്. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം ഒരാൾക്ക് പായസം ഇഷ്ടമാണ്. അപ്പം അത് പായസം കുടിച്ചുകൊണ്ടിരുന്നു. എപ്പോഴും തന്നെ അയാൾക്ക് കിട്ടുന്ന സമയത്തൊക്കെ പായസം. അയാൾക്ക് ഷുഗർ നല്ല ഹൈയിൽ വരുമ്പോൾ അതേ പായസത്തിനെ അതേ നാവ് കൊണ്ട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്ന അതേ ആള് അതേ നാവ് കൊണ്ട് തന്നെ അതിനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അതിനെ വെറുക്കുകയും ചെയ്യും. ഇഷ്ടമാണെങ്കിൽ എപ്പോഴും ഇഷ്ടമായിരിക്കണം. അപ്പൊ സുഖം എന്നുള്ളത് വസ്തുവിലോ വിഷയത്തിലോ അല്ല ഉള്ളത്. ആത്മമഹിമ കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും സുഖം അനുഭവിക്കുന്നത്. ആത്മമഹിമ കൊണ്ടാണ്. അതേമാതിരി സുഖമാണ് എല്ലാവർക്കും ആവശ്യം. സുഖമാണ് ആവശ്യം. അത് അവനവനിൽ തന്നെ എപ്പോഴും ഉണ്ട്. അപ്പം നമ്മുടെ മനസ്സൊക്കെ അടങ്ങി ഉറങ്ങുന്ന സമയത്ത്, ഒരു ജോലിയും ചെയ്യാത്ത സമയത്ത് നമ്മൾ ആനന്ദമായിട്ട് കിടന്നുറങ്ങുന്നു. അത്ര സുഖം, പരമാനന്ദ സുഖം. ഉറങ്ങിയാലേ സുഖമുള്ളൂ എന്നില്ല. ആ ഉറക്കത്തിൽ കിട്ടിയ സുഖം മനസ്സ് അടങ്ങിയത് കൊണ്ടാണ് കിട്ടുന്നത് എന്ന് വിവരം നമുക്ക് വിവരമൊക്കെ വന്നു കഴിഞ്ഞാൽ, വിവേകബുദ്ധിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. അപ്പം നമ്മൾ ജാഗ്രത അവസ്ഥയിൽ മനസ്സിനെ അന്തർമുഖമാക്കും, മനസ്സിനെ അടക്കും. മനസ്സിൽ അടക്കിക്കഴിഞ്ഞാൽ ഉറങ്ങാതെ ഈ സുഖം നമുക്ക് അനുഭവിക്കാനും സാധിക്കും. ഇനി സുഖസ്വരൂപമാണ്. സുഖസ്വരൂപമാണ്. നമ്മുടെ സ്വരൂപം സുഖമാണ്. നമ്മുടെ സ്വരൂപം സുഖമാണ് എന്ന് അറിയണം. ഭഗവത് കൃപ കൊണ്ട് അറിയണം. അത് നമ്മുടെ വേദശാസ്ത്ര ഗ്രന്ഥങ്ങളിലൂടെ അറിയാൻ പറ്റുള്ളൂ. അതിനുള്ള ഭാഗ്യം ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.